ഹലോ, നമസ്കാരം. ഞാൻ ഷാൻ വഹാബ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് മയ്യവാതിൽ എന്ന് പറയുന്ന സങ്കല്പം വീട് നിർമ്മാണവുമായി വരുമ്പോൾ അത് ആർക്കിടെക്റ്റുമായോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗുമായോ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. മയ്യവാതിൽ അല്ലെങ്കിൽ പ്രധാന പ്രവേശന കവാടത്തിന് പ്രത്യേക ദിശയിൽ വരണം എന്നുള്ളത് ആർക്കിടെക്റ്റുമായോ സിവിൽ എഞ്ചിനീയറിംഗുമായോ ബന്ധപ്പെട്ട ഒരു നിർബന്ധമായ നിയമനിർമ്മാണമല്ല. എന്നാൽ വാസ്തുശാസ്ത്രപരമായാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് പ്രധാനമായും നോക്കുന്നതെന്ന് പറയുന്നത് വീടിന്റെ ഉപയോഗം എങ്ങനെയാണ്, വീടിന്റെ സുരക്ഷ എങ്ങനെയാണ്, വീട്ടിനുള്ളിലേക്ക് വെളിച്ചവും അതുപോലെ വായുസഞ്ചാരവും ഒക്കെ എങ്ങനെയാണ് വരുന്നത്, റോഡിന്റെ ലെവൽ വെച്ചിട്ട് വീട് ഏത് തരത്തിൽ വേണം, ഏത് തരത്തിലുള്ള ഡിസൈനാണ് വീടിന് ഉപകാരപ്പെടുക, ഇങ്ങനെയൊക്കെയാണ് ഒരു സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്ട് നോക്കുന്നത്. ഈ പ്രധാന പ്രവേശന കവാടം ഒരു പ്രത്യേക ദിശയിൽ വേണം എന്നുള്ളത് നമ്മുടെ വാസ്തുപരമായ ഒരു കാര്യം. ഇപ്പൊ നമ്മുടെ ക്ലൈന്റുകൾ വാസ്തുശാസ്ത്രപരമായി തന്നെ വീടുകൾ വേണം എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്ലാനുകൾ തയ്യാറാക്കും. വാസ്തുശാസ്ത്രപരമായി നമ്മുടെ മയ്യവാതിലിനെ സംബന്ധിച്ച് രണ്ട് കൺസെപ്റ്റുകൾ പ്രധാനമായും ആളുകൾ പറയാറുണ്ട്. ഈ രണ്ട് കൺസെപ്റ്റ് പ്രകാരവും ഞങ്ങൾ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒന്ന് വരുന്നത് പ്രധാന പ്രവേശന കവാടം, അതിൽ നേരെ അഭിമുഖമായിട്ട് മറ്റൊരു കവാടമോ അല്ലെങ്കിൽ ജനലോ ഒക്കെ വന്ന എയർ സർക്കുലേഷൻ, ബേസിലും ശാസ്ത്രീയമായി പറയുമ്പോൾ എയർ സർക്കുലേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ആ രീതിയിൽ രണ്ട് വാതിലുകൾ അല്ലെങ്കിൽ ഒരു വാതിലും ജനലും ക്രമീകരിക്കുന്നതാണ് ഒരു കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ളത് കൺസെപ്റ്റ് നമ്മളോട് ആവശ്യപ്പെട്ടില്ല. രണ്ടാമത്തെ കൺസെപ്റ്റായി നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് പ്രധാന പ്രവേശന കവാടമുണ്ടാകും, അത് അതിന്റെ ഓപ്പോസിറ്റ് തന്നെ അഭിമുഖമായി തന്നെ മറ്റൊരു കവാടമോ ജനലോ വേണമെന്നില്ല. നമ്മൾ പ്രധാന പ്രവേശന കവാടത്തിലൂടെ നമ്മൾ വീടിനകത്തേക്ക് അല്ലെങ്കിൽ ലിവിംഗ് സ്പേസിലേക്ക് പ്രവേശിച്ച ശേഷം മറ്റൊരു വാതിലിലൂടെ വീടിന് പുറത്തേക്ക് കടന്നു പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറയുന്ന ഒരു ചടങ്ങ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ വീട്ടിനുള്ളിലേക്ക് ആളുകൾ പ്രവേശിച്ചിട്ട് അതേ കവാടത്തിലൂടെ തന്നെ തിരിച്ചു പോകാതെ മറ്റൊരു സ്ഥലത്തിലൂടെ സുഗമമായി പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ള കൺസെപ്റ്റ് ആണ് അതിൽ ഉപയോഗിച്ചത്. അങ്ങനെ വാസ്തുപരമായി ഈ രണ്ട് കൺസെപ്റ്റുകളും നമ്മൾ കസ്റ്റമറുടെ ആവശ്യപ്രകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ചില വാസ്തുശാസ്ത്രം നോക്കണ്ട, വാസ്തുവേ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും നമ്മളെ കൊണ്ട് പ്ലാനുകൾ വരപ്പിച്ച് വീടുകൾ ചെയ്യാറുണ്ട്. അപ്പൊ പ്രധാനമായും നമ്മൾ പ്ലാനുകൾ വരയ്ക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയന്റ് അവർക്ക് എന്താണോ ആവശ്യം, എന്താണോ വേണ്ടത്, വാസ്തുപരമല്ല അല്ലാതെയാണ് വാസ്തുശാസ്ത്രത്തിലെ ഏത് രീതിയിലാണ് അവർക്ക് വീടുകൾ വേണ്ടത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയാണ് നമ്മൾ പ്ലാനുകൾ തയ്യാറാക്കി. അപ്പോൾ വേറൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.